നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചെല്ല്. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഞാൻ ചോദിക്കുക പോലും ചെയ്യാതെ നീ എനിക്ക് നടത്തി തന്നു. ഗിരിയെ മഞ്ജുവിനെ അയറ്റാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശങ്കരന്റെ വിഷയം വീണ്ടും അവരുടെ ഇടയിൽ വന്നതുകൊണ്ട് മഞ്ജുവിന്റെയും ഗിരിയുടെ ഇടയിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഞാൻ ചെയ്തത് കാശിന് വേണ്ടി അല്ല ഗോപാൽജി. മാധവൻ കാരണം എന്റെ അച്ഛൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അയാളോട് പകരം വീട്ടാൻ എനിക്ക് അവസരം കിട്ടിയില്ല. അയാളുടെ മക്കളെ നരകിപ്പിച്ച് ഞാൻ ആ ആശയങ്ങ് തീർക്കും. അതിനെന്ത് സഹായം വേണമെങ്കിലും മോള് ചോദിച്ചാൽ മതി, ഞാൻ ചെയ്തിരിക്കും. ശങ്കരന്റെ മരണത്തിന്റെ വിഷയം എടുത്തിട്ടതുകൊണ്ട് മാത്രം ഗിരിയും മഞ്ജുവും തമ്മിൽ അകലുമെന്ന് പ്രതീക്ഷിക്കണ്ട. അവര് തമ്മിൽ നേരത്തെ ഇതിനെ ചൊല്ലി വഴക്കുണ്ടായിരുന്നല്ലേ. അവരാ വിഷയമൊക്കെ മറന്നുപോയി കാണും. മറന്നിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ മാഡം. സമയം കൊണ്ട് ഉണങ്ങിയ മുറിവുകളെല്ലാം ഇപ്പൊ കുത്തി പൊട്ടിച്ചതുപോലെ ആയി കാണും. അതിന്റെ നീറ്റല് ഗിരിയും മഞ്ജുവും അനുഭവിക്കുന്നുണ്ടാവും. സ്വന്തം അച്ഛനെ കൊന്നവര് ഗിരി അങ്ങനെ അങ്ങ് മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ മാധവന് ഗിരിയുടെ അച്ഛന്റെ മരണത്തിൽ പങ്കില്ലെന്ന് അവൻ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോ അവന് മാധവന് വെറുക്കാതിരിക്കാനും പറ്റില്ല. ഗിരിക്കും മഞ്ജുവിനും ഇടയിൽ സംശയത്തിന്റെ വിത്തുകള് വെറുതെ ഒന്നും ഇട്ടുകൊടുത്താ മതി. അത് വളർന്ന് വെറുപ്പായി മാറാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാലോ. അച്ഛനിന്ന് നേരത്തെ തുടങ്ങിയോ? ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമല്ലേ മോളെ. അനിത കാരണം ഗിരിയും മഞ്ജുവും അവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പകയെക്കുറിച്ച് വീണ്ടും ഓർത്തു തുടങ്ങി. അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ശങ്കരന്റെ മരണത്തെക്കുറിച്ച് തർക്കിച്ച് ഗിരിയും മഞ്ജുവും വഴക്കായി കാണും. അനിതേ, ശങ്കരൻ മരിച്ച ദിവസം ശരിക്കും എന്താ സംഭവിച്ചേ? അയാൾ ശരിക്കും ആത്മഹത്യ ചെയ്തതാണോ? എന്താ, അയാൾ ശരിക്കും ആത്മഹത്യ ചെയ്തതാണോ? അതെ, അതിനെന്താ സംശയം? അയാള് കാരണം ഉണ്ടായ മദ്യദുരന്തത്തില് ഒരുപാട് പേര് മരിച്ചല്ലോ. അതിലും മനസ്സൊന്നെന്താ അയാൾ ആത്മഹത്യ ചെയ്തത്. പക്ഷെ അതിന്റെ കുറ്റം മുഴുവൻ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എന്റെ അച്ഛന്റെ തലയിൽ വീണു. മാധവന്റെ വാശി കാരണം അച്ഛന്റെ ജോലിയും നഷ്ടപ്പെട്ടു. മഞ്ജുവിനോട് നിനക്കുള്ള അതേ പക തന്നെയാ എനിക്കുള്ളത്. അതുകൊണ്ട് അവൾക്കെതിരെ നിൽക്കാൻ നിന്റെ കൂടെ ഞാനും ഉണ്ടാവും. നേരെ ഇരട്ടിയില്ലേ? അനിത പോവാൻ നോക്ക്. കുടിച്ച സ്ഥിതിക്ക് വണ്ടി എടുക്കണ്ട, ഡ്രൈവർ വീട്ടിൽ കൊണ്ടുവിടും. ശരിയെന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനും ഒന്ന് കിടക്കട്ടെ. അനിത പറയുന്ന കേട്ടപ്പോ ഗിരീണ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷേ ഞാൻ അച്ഛനെ കുറിച്ച് ഈ കുടുംബത്തിലുള്ളവർക്കുള്ള
തെറ്റിദ്ധാരണ മാറ്റാനാണ് ശ്രമിച്ചത്. എന്നിട്ട് മാറിയോ? ഇവിടെ എല്ലാവരും ഇപ്പൊ നിന്റെ അച്ഛൻ വലിയ പുണ്യാളനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നാട്ടുകാര് പറയുന്നത് ശരിയാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കാത്തവര് പോലും അനിത പറയുന്നത് കേട്ടാൽ 100% നിന്റെ അച്ഛനെ സംശയിക്കും. അനിത ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ, ഇതുകൊണ്ടാണ് വരാൻ പോകുന്നത് ആരാന്ന് ഞാൻ ചോദിച്ചത്. ഇവളാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ ഗിരിയേട്ട് സമ്മതിക്കില്ല എന്ന് ഞാൻ കരുതി. ആ, ശരിയാ, ഞാൻ സമ്മതിക്കില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പോട്ടെ, നീ വിചാരിച്ചതുപോലെ അനിത ഇവിടെ വന്ന് മാധവൻ എന്റെ അച്ഛന്റെ മരണത്തിൽ ഒരു പങ്കും ഇല്ലാന്ന് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്റെ അമ്മയും സ്വപ്നയും അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ കുടുംബജീവിതം നന്നായി പോകുന്നതിന് വേണ്ടി ഒരു പോലീസുകാരി നുണ പറഞ്ഞതാണെന്നേ അവര് വിചാരിക്കൂ. വേറെ ഏത് പോലീസാണെങ്കിലും പോട്ടെ എന്ന് വെക്കാം. സ്വപ്നയെ ലോക്കപ്പിലിട്ട് തല്ലിയ ആ ജന്മത്തിനെ എന്ത് വിശ്വസിച്ച നീ വീട്ടിലേക്ക് ക്ഷണിച്ചത്? നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പകയുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? പെട്ടെന്നൊരാൾ വന്ന് സാക്ഷി പറഞ്ഞാ അതങ്ങ് മാഞ്ഞു പോകുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഗിരിയേട്ടാ? അമ്മ ഇപ്പൊ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം എന്റെ വയറ്റിൽ ഗിരിയേട്ടന്റെ കുഞ്ഞുള്ളതുകൊണ്ടാന്ന് എനിക്കറിയാം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ കാര്യങ്ങൾ പഴയതുപോലെ ആവണമെന്നാണോ ഗിരിയേട്ടന്റെ ആഗ്രഹം? അമ്മയും ഞാനും തമ്മിൽ എന്നും വഴക്കുണ്ടാവും. എല്ലാത്തിനും എരിവ് ഏറ്റാൻ സ്വപ്നയും. അമ്മയ്ക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് നീ ഒറ്റയ്ക്കങ്ങ് തീരുമാനിക്കരുത്. ഗിരിയേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്ന്? എന്റെ അച്ഛനാണ് അമ്മയെ വിധവയാക്കിയതെന്നാ അമ്മ വിശ്വസിക്കുന്നത്. എന്നോട് അമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. ഈ കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും എന്റെ അച്ഛന് ഗിരിയേട്ടന്റെ അച്ഛന്റെ കസ്റ്റഡി മരണത്തിൽ ഒരു പങ്കുമില്ലാന്ന് തെളിയിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ഇപ്പൊ നടന്ന പോലെയുള്ള തർക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മഞ്ജു, മഞ്ജു, എന്താ മഞ്ജു, എന്താ? ഇപ്പൊ എങ്ങനെയുണ്ട്? ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് ടെൻഷൻ കൂട്ടണ്ട. നീ കുറച്ചേരം ഉറങ്ങിക്കോ. കഴിക്കാറാവുമ്പോ ഞാൻ വന്ന് വിളിക്കാം.